സോ ഹിയർ വി ആർ ഇൻ IBS Paint X. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഞാൻ നേരത്തെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് കട്ടൗട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് മാസ്ക് ഔട്ട് ചെയ്യുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഞാൻ ഒരു വീഡിയോ ആയിട്ടുണ്ട്. സോ അതിൻ്റെ അത് 2 മെത്തേഡ്സാണ് ഞാൻ മെയിൻലി ഇമേജസ് കട്ടൗട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമ്മുടെ സ്കിൻ കാണിക്കിട്ടുള്ള ഏരിയാസും പിന്നെ ക്ലോത്തിങ്ങും വരുന്ന ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതുപോലെ മാനുവലി ഇറേസ് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ 2 പാർട്ടായിട്ടായിട്ട് എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസോ ടൂൾ ഉപയോഗിക്കാം. സോ ഞാനിവിടെ ലാസോ ടൂളാണ് ഉപയോഗിക്കുന്നത്. ലാസോ ടൂൾ വെച്ചിട്ട് ഇതുപോലെ സെലക്ട് ചെയ്യുക നമ്മുടെ സബ്ജക്റ്റിൻ്റെ സ്കിന്ന് വരുന്ന ഏരിയ. അതുപോലെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എന്ത് രസം. ഇതുപോലെ ഇത് ഫുള്ള് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഓക്കെ അവിടെ കുറച്ച് കയറി ഓക്കെ ദാറ്റ്സ് പെർഫെക്റ്റ്. ഇനി നമുക്ക് ഈ ലെയർ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നേരത്ത് ഹെഡ് മാത്രമായിട്ട് മാസ്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സിൻ്റെ ഇത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഇൻവേർട്ട് സെലക്ട് കൊടുത്തിട്ട് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് ലെയർ കിട്ടിയിട്ടുണ്ട്. ഹെഡും ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ചൊന്ന് കളർ ഗ്രേഡിങ് ചെയ്യാണ്. സോ അതിന് വേണ്ടി നമുക്ക് നമ്മൾ ഹെഡ് സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ഞാനിവിടെ കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ കേഴ്സിൻ്റെ അത് കുറച്ച് നമുക്കൊന്ന് ഡാർക്ക് ആക്കാം. നമ്മൾ കുറച്ചൊന്ന് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് കുറച്ചൊരു റെഡിഷ് ഒരു ടോണാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ ആ ഒരു ടോൺ നമുക്ക് കൊടുക്കാം. ഞാൻ മെയിൻലി ഈ സ്പോർട്സ് പോസ്റ്ററിൻ്റെ അതൊക്കെ അവർക്കൊരു മാതിരി ഒരു റെഡ് കളർ സ്കിൻ ടോൺ ആയിരിക്കും. എല്ലാ മിക്ക എഡിറ്റാകും ഒരു റെഡ് കളർ പോലത്തെ ഒരു സ്കിൻ കളർ ആയിരിക്കും ഉണ്ടാകുന്നത്, ഒരു ഓറഞ്ച് റെഡിഷ് കൈൻഡ്. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ വേണ്ട. സോ ഡിപ്പെൻസ് അപ്പോൺ വാട്ട് യു ലൈക്ക്. സോ നമ്മളിവിടെ കൂട്ടാൻ തന്നെ നമ്മുടെ ഷാഡോയും അതിൻ്റെ കൂടെ കൂടുന്നുണ്ട്. സോ അതിനും ഒരു റെഡിഷ് കളർ കിട്ടും. ഓക്കെ, വി ആർ ഫൈൻ വിത്ത് ദിസ്. സോ നമുക്കിപ്പോൾ ഒരു കുറച്ചുകൂടെ ആ ഒരു എന്താ പറയുക, വെളുത്തിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു കളർ നമുക്കിപ്പം നമ്മുടെ ഇമേജിൻ്റെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലെൻഡിങ് മോഡ് സോഫ്റ്റ് ലൈറ്റിലേക്ക് മാറ്റുക. കാരണം നമ്മൾ കുറച്ച് എന്താ പറയുക, ഡാർജിങ് ആൻഡ് ബേണിങ് ചെയ്യാൻ പോവാണ്. അതായത് ലൈറ്റായിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ ലൈറ്റ് കൊടുക്കുക, ഡാർക്കായിട്ടുള്ള ഏരിയാസിൽ കുറച്ചുകൂടെ ഡാർക്ക്നെസ് ആക്കി കൊടുക്കുക. അപ്പം കുറച്ചുകൂടെ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ അൺഈവൻ ആയിട്ടുള്ള ഈ ലൈറ്റിംഗ് എല്ലാം ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. സോ നമുക്കിവിടെ ബ്രഷായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എയർ ബ്രഷാണ്. പിന്നെ എൻ്റെ ബ്രഷസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഞാൻ ഏതൊക്കെയാണ് ബ്രഷ് യൂസ് ചെയ്യുന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവിടുന്ന് കയറി കണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നൗ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പെയിൻറ്റിങ് സം ലൈറ്റ്. സോ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതുപോലെ നൈസായിട്ട് ലൈറ്റ് പെയിൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഏരിയയിൽ പെയിൻറ്റ് ചെയ്യുമ്പം നോക്കി കണ്ട് പെയിൻറ്റ് ചെയ്യുക. മൊത്തത്തിൽ ലൈറ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ മുഖത്തേക്ക് ഒരു ഷേപ്പ് ഉണ്ടാകത്തില്ല, മുഖത്തുള്ള ഷേപ്പെല്ലാം മാറും. സോ മേക്ക് ഷുവർ ടു പെയിൻറ്റ് ഇറ്റ് പ്രോപ്പർലി.
സോ നെറ്റിയുടെ അവിടെ കുറേയധികം അൺഈവനായിട്ടൊക്കെ ഇതുണ്ട്. സോ അതൊന്ന് മാച്ച് ചെയ്യാനായിട്ട് അത് പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സൈഡ് നമുക്കവിടെ നോക്കിയാൽ കാണാം ചെറിയൊരു വ്യത്യാസമുള്ളത്. ദിസ് ഇസ് ബിഫോർ ആൻഡ് ദിസ് ഇസ് ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ ചെയ്തത് ലൈറ്റിങ്ങിനാണ് ചെയ്തത്. ഇനി നമുക്ക് ഇനി സെയിം സാധനം നമുക്ക് ഡാർക്ക്നെസ്സിന് വേണ്ടിയും ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ബ്ലെൻഡിങ് മോഡ് ഓവറിലേക്ക് മാറ്റുക, എന്നിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ഇനി ഡാർക്കായിട്ടുള്ള ഏരിയയിൽ നമുക്ക് ലൈറ്റ് ചെയ്തതുപോലെ തന്നെ ഡാർക്ക്നെസ് കൊടുക്കുക. കുറച്ച് ഓവറായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഫൈൻ ഫോർ നൗ. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലെൻഡിങ് മോഡ് ഞാൻ ആഡ് കൊടുക്കുകയാണ്. നമുക്ക് ആഡോ അല്ലെങ്കിൽ സോഫ്റ്റായിട്ടോ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആഡാണ് കൊടുക്കുന്നത്. ആഡ് കൊടുത്തിട്ട് വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ ചെവിയുടെ ഈ ഭാഗത്തൊക്കെ ലൈറ്റ് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ലിപ്സിൻ്റെ ഏരിയയിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. യെസ്. സോ ഇനി നമുക്ക് ഇതെല്ലാം ഞാൻ ഒന്ന് മെർജ് ചെയ്ത് ഒരു ലെയറിലേക്ക് ആക്കാൻ പോവാണ്. സോ ഗെറ്റ് ദാറ്റ് ഇത് മെർജ് ആൻഡ് മെർജ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫിൽറ്ററിൽ പോയിട്ട് കേഴ്സിൻ്റെ അകത്ത് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി RGBയും കൂടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫൈൻ. നമുക്ക് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് കളർ ബാൻഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ, വേണമെങ്കിൽ ചെയ്യേണ്ട. ഇറ്റ്സ് ടോട്ടലി അപ്പ് ടു യു. നമുക്ക് ബിഫോർ ആൻഡ് ഒരു ആഫ്റ്റർ നോക്കാം. സോ ദിസ് വാസ് ദ ബിഫോർ ആൻഡ് ദിസ് ഇസ് ദി ആഫ്റ്റർ. നമുക്കിവിടെ കണ്ണിൻ്റെ ആ കാര്യങ്ങളും ആ സെയിം കളർ ഇട്ട്. സോ നമുക്ക് കണ്ണ് മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. നമുക്ക് ഐസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തിരിച്ചു കിട്ടും. പോരാതെ നമ്മൾ മൊത്തത്തിൽ ഇത് കളർ ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആ ഭാഗം ആ സെയിം കളർ, ബോഡി ആ സ്കിന്നിന് കിട്ടിയ ആ സെയിം കളർ തന്നെ കിട്ടിയിരുന്നു. സോ അത് ഇച്ചിരി ബോറാണ്. സോ അതുകൊണ്ട് അത് നമുക്ക് ഇറേസ് ചെയ്ത് കളയാം.
സോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്നത് ലൈറ്റ് അപ്പ് ചെയ്യാം. സോ അതിനുവേണ്ടി ഓവർലേ ഞാൻ യൂസ് ചെയ്തിട്ട് ഈ താഴത്തെ നമ്മുടെ ഐസിൻ്റെ ഇതിൻ്റെ മേലത്തെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലെൻഡിങ് മോഡ് ഓവർലേക്ക് മാറ്റിയിട്ട് കുറച്ച് ലൈറ്റ് ഒത്തിരി വേണ്ട, ഒത്തിരി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പോലും. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇനി ഡോജിങ് ആൻഡ് ബേണിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് ഫീൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ട് വർക്കിനകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. സോ അതിന് വേണ്ടി ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ആഡിലേക്ക് മാറ്റിയിട്ട് സെയിം എയർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചില സൈഡിൽ മാത്രം ഹൈലൈറ്റ് കൊടുക്കുക. സോ ഈ ഒരു സൈഡും കുറച്ചൊന്ന് ഹൈലൈറ്റ് കൊടുക്കുക. അഡ്ജസ്റ്റ് മാത്രം. അതുപോലെ തന്നെ ഈ ലിപ്സിൻ്റെ ഏരിയ, ഈ ഒരു ഏരിയ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് ലൈറ്റ് തിരിച്ച് പെയിൻറ്റ് ചെയ്യാം. ദിസ് ഏരിയയിൽ ഇവിടെ വേണ്ട. ഓക്കെ, ഫോർഹെഡ് കുറച്ചൊരു നെറ്റിൽ കുറച്ച് കൂടുതലായി തോന്നുന്നു. ഓക്കെ, നെറ്റിലായിരിക്കും നല്ലത്. യെസ്, സോ ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് ഞാൻ ഫേസ് സ്പോർട്സിന് റീറ്റച്ച് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. സോ ഈ സെയിം കാര്യം തന്നെ നമുക്കിനി ഡ്രസ്സിലോട്ടും ചെയ്യണം. ഡ്രസ്സിന് ഇത്തരം പരിപാടികളില്ല, ജസ്റ്റ് ആ കളർ ഗ്രേഡിങ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് കളർ ഗ്രേഡ് ചെയ്തെടുക്കുക. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ പറ്റുന്നതായിരിക്കും. സോ make sure to subscribe to the channel and turn the notification all on. So yeah, that's it. സോ ഇതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് റൂമിൻ്റെ അകത്തിട്ട് കളർ ഗ്രേഡ് ചെയ്തെടുക്കുക ചെയ്യാൻ പറ്റുന്നതാണ്. സോ yeah, that's it about this video. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.